മക്കളെ, കീമിലെ എൻജിനീയറിംഗ് ഫാർമസി എക്സാമുകളുടെ അഡ്മിറ്റ് കാർഡുകൾ ഓൺലൈനായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സാം ഡേറ്റ് നോക്കുക. ഏപ്രിൽ 17 തുടങ്ങി ഏപ്രിൽ 22 വരെയാണ് കേരളത്തിലെ വിവിധ സെൻറ്ററുകളിലും, അതേപോലെ മുംബൈ, ന്യൂഡൽഹി, ചെന്നൈ, ബംഗളൂരു, ഷാർജ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിലും വെച്ചിട്ടാണ് എക്സാം നടക്കുക. അപ്പോൾ ഇതിൽ എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മെഡിക്കൽ എയ്ഡ് കൊടുത്തവരും അതേപോലെ ആർക്കിടെക്ചർ കൊടുത്തവർക്കും എക്സാം ഇല്ല, അതുകൊണ്ട് അവർക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവില്ല. ഇനി അഡ്മിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ c.kerala.gov.in എന്നുള്ള സൈറ്റിലാണ് കയറേണ്ടത്. ആ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ 2026 കാൻഡിഡേറ്റ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കുട്ടിയുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൃത്യമായിട്ട് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എന്നുള്ള ലിങ്ക് അവിടെ ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇനി ചില കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ റീസൺ അപ്ലോഡ് ചെയ്ത ഓൺലൈൻ അപേക്ഷയിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള സ്ഥിതിക്കാണ് അത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് അഡ്മിറ്റ് കാർഡ് എന്നുള്ള ലിങ്ക് കാണുന്നില്ലെങ്കിൽ അവിടെ മെമ്മോ ഡീറ്റെയിൽ എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഡിഫക്റ്റ് എന്ന് കാണാവുന്നതാണ്. ചിലപ്പോൾ ഫോട്ടോഗ്രാഫ് ആയിരിക്കാം, ചിലപ്പോൾ സിഗ്നേച്ചർ ആയിരിക്കാം, ചിലപ്പോൾ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫീസ് അടയ്ക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് പരിഹരിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിക്കോളും. അതായത് അഡ്മിറ്റ് കാർഡ് കിട്ടില്ല എന്നല്ല, അത് നിങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ പുറകെ കിട്ടിക്കോളും. ഇനി ഫോട്ടോയെ സിഗ്നേച്ചർ 10th സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഫീസൊക്കെ അടയ്ക്കാനുള്ള സമയം ഏപ്രിൽ 15 വൈകിട്ട് 4 മണി വരെയാണ്. ഈ ഏപ്രിൽ 15 4 മണിക്ക് മുമ്പ് നിങ്ങൾ ഈ ഡിഫക്റ്റ് പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടില്ല, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഇനി എക്സാം എഴുതാൻ പോകുന്നവർ നിർബന്ധമായിട്ടും അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണം. ഈ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാത്തവരെ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, എക്സാമിന് പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ അഡ്മിറ്റ് കാർഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കളർ ആണെങ്കിൽ കുറച്ചുകൂടി ഫോട്ടോ ക്ലിയർ ആവും എന്നുള്ളത് കൊണ്ട് കളർ എടുക്കുകയായിരിക്കും നല്ലത്. ഇനി എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകൾക്ക് അപേക്ഷിച്ചവർക്ക് മാത്രമാണ് അഡ്മിറ്റ് കാർഡ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇതിൽ നിങ്ങൾ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡോ ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവില്ല. നിങ്ങൾ എഞ്ചിനീയറിംഗോ ഫാർമസിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. ഇനി എക്സാമിന് പോകുന്നവർ ശ്രദ്ധിക്കുക, അഡ്മിറ്റ് കാർഡ് കൂടാതെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് കൂടി കൊണ്ടുപോകണം. അത് ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ് ആവാം, പാസ്പോർട്ട് ആവാം, പാൻ കാർഡ് ആവാം, ഫോട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ് ആവാം, ഫോട്ടോ പതിച്ച ഹാൾ ടിക്കറ്റ് ആവാം, ആധാർ കാർഡ് ആവാം, ആധാർ ആവാം, റേഷൻ കാർഡ്, ഫോട്ടോ പതിച്ച റേഷൻ കാർഡ് ആവാം, ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക് ആവാം. ഇതിലേതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ കൂടി കൊണ്ടുപോയാലും മതി. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നുകൂടി കൊണ്ടുപോകണം. ഇതൊന്നും ഇല്ലെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാം? +2 പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൾ കൊടുക്കുന്ന ഫോട്ടോ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, അതായത് ഫോട്ടോ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആയാലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ കൊടുക്കുന്ന ഫോട്ടോ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആയാലും മതി. ഇതിലേതെങ്കിലും ഒന്നുണ്ടാവണം. ഇനി അഡ്മിറ്റ് കാർഡുകളുടെ ഒരു ഡീറ്റെയിൽ നോക്കുക. അഡ്മിറ്റ് കാർഡ് ഒരു പേജാണ്. ആ പേജിൽ നിങ്ങൾ എടുത്താൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടൈപ്പ് അഡ്മിറ്റ് കാർഡ് കാണിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് മാത്രം ചെയ്ത കുട്ടി, ഫാർമസി മാത്രം ചെയ്ത കുട്ടി, രണ്ടും ചെയ്ത കുട്ടി, ഈ 3 ടൈപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുത്താൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, ഇവിടെ നിങ്ങളുടെ ഫോട്ടോയും ഉണ്ടാവും, ഇവിടെ കുട്ടിയുടെ പേരുണ്ടാവും, കുട്ടിയുടെ അഡ്രസ്സും ഉണ്ടാവും. ഏത് എക്സാമിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുണ്ട്, എഞ്ചിനീയറിംഗ് എവിടെയാണ് നിങ്ങളുടെ എക്സാം എന്നുണ്ട്, അതേപോലെ അതിൻ്റെ അഡ്രസ്സ് ഉണ്ട്, എന്നാണെന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുക, ഈ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. പലർക്കും പല ദിവസമായിരിക്കും. അതേപോലെ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ട്, ടൈം ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ എന്നാണ്, ഏത് ഷെഡ്യൂളാണ് എന്ന് നിർബന്ധമായിട്ടും നോക്കിയിട്ട് എക്സാമിന് പോകാവൂ. അപ്പോൾ ഈ കുട്ടിയുടേത് 18 തീയതിയാണ്. റിപ്പോർട്ടിംഗ് ടൈം 12 മണി തുടങ്ങി 1:30 വരെക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം. 1:30ക്ക് ശേഷം, ഇപ്പോൾ 2 മണിക്കാണ് എക്സാം ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ മുമ്പ് ഗേറ്റ് ക്ലോസ് ചെയ്യും. 1:30ക്ക് ശേഷം ഒരു കാരണവശാലും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ 12 to 1:30 പറഞ്ഞിരിക്കുന്ന കുട്ടി ഈ സമയത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാവും. ഇവിടെ എൻട്രൻസ് കമ്മീഷൻ സിഗ്നേച്ചറും ഡീറ്റെയിലും ഒക്കെ ഉണ്ടാവും. താഴേക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഞാൻ ലാസ്റ്റ് പറയാം. ഇനി രണ്ടാമത്തെ അഡ്മിറ്റ് കാർഡ് നോക്കുക. ഇവിടെയും റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, കുട്ടിയുടെ പേര്, അഡ്രസ്സൊക്കെ ഉണ്ട്, ഫോട്ടോയും ഉണ്ട്. ഈ കുട്ടി ഫാർമസിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്, എഞ്ചിനീയറിംഗിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാർമസിയുടെ നോക്കുക, 18 തീയതിയാണ് എക്സാം. 8 മണി തുടങ്ങി 9 വരെ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ട്. 10 to 11:30 എക്സാം ആണ്, 1.5 മണിക്കൂറാണ്. അതേ കുട്ടിക്ക് എഞ്ചിനീയറിംഗിന് വേറൊരു ദിവസമാണ്, 22 തീയതിയാണ് എഞ്ചിനീയറിംഗ് എക്സാം. 12 തുടങ്ങി 1:30 വരെയാണ് റിപ്പോർട്ടിംഗ് ടൈം. 2 to 5 3 മണിക്കൂറാണ് എഞ്ചിനീയറിംഗിൻ്റെ എക്സാം. എഞ്ചിനീയറിംഗിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ട്, അതുകൊണ്ട് 3 മണിക്കൂറാണ്. ഫാർമസി ചെയ്യുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ഉള്ളൂ, അതുകൊണ്ട് 1.5 മണിക്കൂറേ ഉണ്ടാവൂ. ഇനി മൂന്നാമത്തെ ടൈപ്പ് നോക്കുക. ഇതിലും റോൾ നമ്പർ, ബാക്കി എല്ലാ ഡീറ്റെയിലും അങ്ങനെ തന്നെയാണ്. ഫാർമസിക്ക് മാത്രം അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് ഇവിടെയുണ്ട്, റിപ്പോർട്ട് ചെയ്യേണ്ട സമയമുണ്ട്, എക്സാമിൻ്റെ ടൈമിംഗ് ഉണ്ട്. നിങ്ങൾ ഈ ഡേറ്റും
എക്സാമിന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയവും എക്സാം ടൈമും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ മാറ്റം ഉണ്ടാവരുത്. ഇതിൽ മാറ്റം ഉണ്ടായാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഇനി ഇൻസ്ട്രക്ഷൻസ് നോക്കുക. എല്ലാ അഡ്മിറ്റ് കാർഡിൻ്റെയും താഴേക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് ഷുഡ് ബി പ്രസന്റഡ് അലോങ് വിത്ത് ഒറിജിനൽ വാലിഡ് ID പ്രൂഫ് ഫോർ വെരിഫിക്കേഷൻ. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം ഒറിജിനൽ ID കൂടി വേണം. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എക്സാം ഹോളിൽ കൊണ്ടുപോകേണ്ട ഒന്നാണ് അഡ്മിറ്റ് കാർഡും പ്ലസ് നിങ്ങളുടെ ഒരു ID ഏതാണെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. പാസ്പോർട്ട്, ലൈസൻസ്, ആധാർ കാർഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു ID ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് വാലിഡ് ID എന്ന് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ ഐഡന്റിറ്റി കാർഡ് ആവാം, ക്ലാസ് 10ന്റെ അഡ്മിറ്റ് കാർഡ് ആവാം, വിത്ത് ഫോട്ടോഗ്രാഫ് ഉള്ളത്, ആധാർ ആവാം, ആധാർ ആവാം. ഇത് നേരത്തെ പറഞ്ഞിരുന്നു. അത് ആ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് തന്നെ ശ്രദ്ധിക്കാം. ഇനി to attend the computer based test, candidate must report at the reporting point of venue as per the time scheduled above. റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അവിടെ എത്തണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി റിപ്പോർട്ടിംഗ് പോയിന്റ് വിൽ ബി ക്ലോസ്ഡ് ഹാഫ് ആൻ അവർ ബിഫോർ ദ എക്സാമിനേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു 2 മണിയുടെ എക്സാം ആണെങ്കിൽ 1:30 ശേഷം പെർമിറ്റ് ചെയ്യില്ല. അരമണിക്കൂർ മുമ്പ് ഗേറ്റ് ക്ലോസ് ചെയ്യും. Then candidate should produce the admit card downloaded from the website of the commission. ഡൗൺലോഡ് നിങ്ങൾക്ക് അതിനുള്ള പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കളർ ആണെങ്കിൽ പ്രിഫറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ ഫോട്ടോ ക്യാപ്ചറിങ്ങും അതുപോലെയുള്ള ഫ്രിസ്കിംഗ് പ്രോസസ്സും ഒക്കെ അതിന് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അത് അവരുടെ ഭാഗത്തുണ്ടാവും. നിങ്ങൾ ആ റിപ്പോർട്ടിംഗ് ടൈമിൽ അവിടെ എത്തിയാൽ മതി. ഓക്കെ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു തരം ഇലക്ട്രോണിക് ഡിവൈസുകൾ, മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ, വാച്ച്, ടെക്സ്റ്റുവൽ അല്ലെങ്കിൽ പ്രിന്റഡ് മെറ്റീരിയൽ ഇതൊന്നും സമ്മതിക്കില്ല. അതായത് സാധാരണഗതിയിൽ നിങ്ങൾ ജയിക്ക് പോയാലും ഒരു ഡ്രസ് കോഡ് ഫോളോ ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. ഇനി ഷീറ്റ് ഓഫ് പേപ്പർ ഫോർ റഫ് വർക്ക് വിൽ ബി പ്രൊവൈഡഡ്. എക്സാം ഹോളിൽ നിങ്ങൾക്ക് റഫ് വർക്കിനുള്ള പേപ്പർ തരും. ഇനി നിങ്ങൾ ആ പേപ്പറിൽ നിങ്ങളുടെ റോൾ നമ്പർ എഴുതണം, പേരും എഴുതണം. ഓക്കെ. എന്നിട്ട് സിഗ്നേച്ചറും ഇടണം. എക്സാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഷീറ്റ് ഷുഡ് ബി റിട്ടേൺ ടു ദി ഇൻവിജിലേറ്റർ. ഈ റഫ് വർക്ക് ചെയ്ത ഷീറ്റ് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല, അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കണം. ഓക്കെ അല്ലേ? അതേപോലെ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ അറ്റൻഡൻസ് ഷീറ്റിൽ സൈൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ എക്സാമിനേഷന്, അതായത് മാൽ പ്രാക്ടീസ് ഉണ്ടാവരുത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഗൈഡ് ലൈനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്ന അഡ്മിറ്റ് കാർഡും ഒരു ഫോട്ടോ ID-യുമാണ്. പിന്നെ മെൻഷൻ ചെയ്യാത്ത ഒന്നുണ്ട്, നിങ്ങളൊരു പെന്ന് കൂടി കൊണ്ടുപോകാം റഫ് വർക്ക് ചെയ്യാൻ. പെൻ അവർ തരുമെന്നോ നിങ്ങൾ കൊണ്ടുവരണമെന്നോ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് ഒരു പെന്ന് കൂടി കരുതിയേക്കുക. അപ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കൊരു പെന്ന് കൊണ്ടുപോകാം, അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ ID, പ്ലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യമുള്ള വാട്ടർ ബോട്ടിലും കൊണ്ടുപോവാം. ഇത്രയും സാധനങ്ങളാണ് എക്സാം ഹോളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഡ്രസ് കോഡ് ശ്രദ്ധിക്കുക. ഒരുപാട് ലെയറുകളുള്ള ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ജയിക്ക് പോയതുപോലെ ഒരു സിമ്പിൾ ടൈപ്പ് ഡ്രസ്സ് ഉപയോഗിക്കുക. വാച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഭരണങ്ങൾ, ഇലക്ട്രോണിക് ഡിവൈസ്, മൊബൈൽ ഫോൺ ഇതൊന്നും അവിടെ പെർമിറ്റ് ചെയ്യില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ കീമിൻ്റെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന മേജർ ഇൻസ്ട്രക്ഷൻസും പല ടൈപ്പ് അഡ്മിറ്റ് കാർഡും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓൾമോസ്റ്റ് എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്നുള്ള പ്രൊസീജിയറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.